ഒറ്റ കാര്യമാണ് സമാപിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്. നേരത്തെ ശ്യാംകുമാർ ഇവിടെ ഒരു കോട്ട് പറഞ്ഞു അംബേദ്കറുടെ. ഈ സനാതന ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു കൈയിൽ അദ്വൈതവും മറ്റൊരു കൈയിൽ ജാതി വ്യവസ്ഥയും ആയിട്ട് നടക്കുന്ന ഒന്നാണ്. ഇത് ഭയങ്കര വൈരുദ്ധ്യമാണ് എന്ന്. അത് വൈരുദ്ധ്യം അല്ല എന്ന് യഥാർത്ഥത്തിൽ സണ്ണി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അഥവാ ഈ അദ്വൈതം എന്ന് പറയുന്നത് എല്ലാവരും അല്ലെ ബ്രഹ്മമാണ്, എല്ലാവരും ഒരു ദൈവത്തിന്റെ ഒരു സത്തയുടെ ഭാഗമാണ്. അത് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണെങ്കിലും അതിൽ വലിയൊരു അപകടമുണ്ട്. ആ അപകടം വേറെ ഒരാൾ ഇല്ല എന്നുള്ളതാണ്. സണ്ണിയോട് വിശദീകരിച്ചിരുന്നു. എനിക്കിപ്പോ സണ്ണിയം കബിക്കാടിനോട് മര്യാദയിൽ പെരുമാറേണ്ടതുണ്ട്. കാരണം എന്താണ്? സണ്ണിയം കബിക്കാട് എന്ന് പറയുന്ന ടി മുഹമ്മദ് വാളല്ലാത്ത വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടേ. ഇത് ഞാൻ തന്നെയാണ് അദ്ദേഹം എങ്കിൽ പിന്നെ ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് മര്യാദയിലൊന്നും പെരുമാറേണ്ട കാര്യമില്ല. കാരണം ഞാൻ തന്നെയാണല്ലോ. ഈ അപരം മറ്റൊരാൾ ഉണ്ടാവുക, അത് ഫിലോസഫിക്കലി എക്സിസ്റ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അദ്വൈതം വളരെ മനുഷ്യവിരുദ്ധമായ ഒരു ആശയമാകുന്നത് എന്നത് സണ്ണിയുടെ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൈയിൽ അദ്വൈതം ഉണ്ടെങ്കിൽ മറ്റേ കൈയിൽ ജാതി വ്യവസ്ഥ ഉണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അലി ഇസ്സത്ത് ബഗോവിച്ച് അദ്ദേഹത്തിന്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റിന്റെ ആമുഖത്തിൽ അദ്വൈതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. മുമ്പൊരു എഴുത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോ പിന്നെ വ്യത്യസ്തതയുടെ എക്സിസ്റ്റൻസ് അവിടെയാണ് സണ്ണിയുടെ വിഷയം ബഹുസ്വരതയായിരുന്നു. അല്ലെ, വേറെ ആളുണ്ട്. ഞാൻ മുസ്ലിമാണ്, സണ്ണി മുസ്ലിം അല്ലാത്ത ഒരാളാണ്. സണ്ണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഐഡിയോളജി ഉള്ള ആളാണ്. ഈ നിൽക്കുന്ന ഞാൻ മുസ്ലിമായ അഥവാ സണ്ണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐഡിയോളജി ഉള്ള ഒരാളാണ്. മൂന്നാമത്തെ വ്യത്യസ്തതയുള്ള ഒരാളാണ്. ഈ വ്യത്യസ്തത ഉണ്ടാകണമെങ്കിൽ എല്ലാം ഒന്നാണ് എന്നതിന് പകരം വ്യത്യസ്തതയുണ്ട് എന്ന സിദ്ധാന്തം ഉണ്ടാകേണ്ടതുണ്ട് എന്നത്. വ്യത്യസ്തരായ മനുഷ്യരുണ്ട്, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുണ്ട്. ഈ ഡൈവേഴ്സിറ്റിയെ വലിയ നിഷേധിച്ച് കളയുന്നു എന്നതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സണ്ണി പറഞ്ഞതിൽ ഏറ്റവും അഥവാ വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയ ആ കാര്യം സദസ്സിനോട് പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.